ഈ ബൈലാറ്ററൽ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നമുക്ക് എങ്ങനെ റിയൽ എക്സ്ചേഞ്ച് റേറ്റിനെ ഡിഫൈൻ ചെയ്യാം? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ബൈലാറ്ററൽ എക്സ്ചേഞ്ച് റേറ്റ്. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ എക്സ്ചേഞ്ച് റേറ്റ് വിത്ത് കൺസിഡറേഷൻ ഓഫ് ഇൻഫ്ലേഷൻ. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ കൺസെപ്റ്റുകൾ. എഗെയിൻ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അല്ലാതെ ഇതിന്റെ ഡെഫിനിഷൻ ഒന്നല്ല ചോദിക്കുക. വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദിസ് കൺസെപ്റ്റ്? വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദിസ് കൺസെപ്റ്റ്? ഇനി അടുത്തത് റിയറും നിയറും വായിച്ചോളൂ. ജസ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആവാ, അത്രേ ഉള്ളൂ. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ്. എ കൺട്രി is trading with lots of other countries. So whenever there are multiple entities, we are coming up with the average. We are coming up with the concept of average. പല രാജ്യങ്ങളുടെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എടുത്തു, അതിന്റെ ആവറേജ് നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. പല രാജ്യങ്ങളുടെ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എടുത്തു, അതിന്റെ ആവറേജ് എടുത്തതിന് റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ അല്ലേ? ലെറ്റ്സ് മൂവ് ടു സീരിയസ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. അതിനു മുന്നേ നമ്മൾ റീസെന്റ് ഡേയ്സിൽ ഇത് എന്താണ് കറന്റ് അഫെയറുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. റുപ്പി റൂബിൾ മെക്കാനിസം എന്ന് പറയുന്നത്. റുപ്പി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കറൻസിയാണ്. റൂബിൾ എന്ന് പറയുമ്പോൾ റഷ്യയുടെ കറൻസിയാണ്. വൈ ഇറ്റ് വാസ് ഇൻ ന്യൂസ്? റഷ്യ ഉക്രൈൻ വാർ നടന്നിരുന്ന സമയത്ത് എന്താണ് ഇന്റർനാഷണലി പല രാജ്യങ്ങൾ തമ്മിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരിനെയാണ് സ്വിഫ്റ്റ് എന്ന് പറയും. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ്. എന്താണ് കൺസെപ്റ്റ്? ഞാൻ സെയിം ഇന്ത്യ റഷ്യ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ് കേട്ടോ. ഇന്ത്യ റഷ്യ. ഇന്ത്യ ഈസ് എക്സ്പോർട്ടിങ് സംതിങ് ടു റഷ്യ. ഇന്ത്യ ഈസ് എക്സ്പോർട്ടിങ് സംതിങ് ടു റഷ്യ. റഷ്യയിലേക്ക് എന്തോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റഷ്യയിൽ നിന്ന് നമ്മൾ തിരിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? പേയ്മെന്റ് അല്ലെങ്കിൽ മണി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ മണി ട്രാൻസ്ഫർ നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് മെസ്സേജിംഗ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വിഫ്റ്റ്. എന്താണ് സ്വിഫ്റ്റിൽ ചെയ്യുന്ന കാര്യം? ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കും റഷ്യയിൽ നിന്നുള്ള ഒരു ബാങ്കും ആണ് ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് അല്ലെ? റഷ്യയിൽ നിന്നുള്ള ഒരു ബാങ്ക് ഇന്ത്യയിലേക്കുള്ള ബാങ്കിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യണം? പൈസ ട്രാൻസ്ഫർ ചെയ്യണം. ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ മീഡിയേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് സ്വിഫ്റ്റ്. ഇപ്പൊ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഇത്തരത്തിൽ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ് യൂഷ്വലി എന്ത് ചെയ്യും? ഈ ബാങ്ക് പറയും ഞങ്ങളിത് ഇന്ത്യയിലുള്ള ഒരു ബാങ്കിലേക്ക് പൈസ കൊടുക്കുന്നുണ്ട് എന്ന്. ഓക്കെ അല്ലേ? ഈ സ്വിഫ്റ്റ് പ്ലാറ്റ്ഫോം ഇന്ത്യയിലുള്ള ബാങ്കിനെ അറിയിക്കും റഷ്യയിലെ ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴും എന്ത് വേണം? ഇത്തരത്തിലുള്ള ഒരു ഫോർമൽ സോഴ്സസിലൂടെ ഒരു കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ പലതരത്തിലുള്ള ഇല്ലീഗൽ ട്രാൻസാക്ഷനുള്ള ചാൻസസ് ഹയർ ആണ്. ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസൽ കമ്മിറ്റി, നമ്മുടെ ബാങ്കിങ് റിഫോമിന്റെ പല കമ്മിറ്റീസിൽ അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിഫോമാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇപ്പൊ റഷ്യ ഉക്രൈൻ വാർ വന്നപ്പോൾ സ്വിഫ്റ്റിൽ നിന്ന് ആര് പുറത്താക്കി? റഷ്യനെ പുറത്താക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് റഷ്യക്ക് ഇന്റർനാഷണൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ വളരെ ബുദ്ധിമുട്ടായി. പ്രധാനമായും ഫോറിൻ കറൻസിയിലുള്ള ട്രാൻസ്ഫർ വളരെ ബുദ്ധിമുട്ടായി. ഇപ്പൊ റഷ്യ എന്ത് പറയാണ് മറ്റു രാജ്യങ്ങളായിട്ട്? ഞങ്ങളുമായി ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം കറൻസി തന്നാൽ മതി, എന്ത് വേണ്ട? ഡോളർ വേണ്ട എന്ന് പറഞ്ഞു. ഡോളർ നമുക്ക് വേണ്ട. ഡോളർ ട്രാൻസാക്ഷൻ ആണ് പ്രധാനമായിട്ട് ആരുടെ ആവശ്യമുള്ളൂ? സ്വിഫ്റ്റിന്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്താണ് പുതിയ കൺസെപ്റ്റ്? ശ്രദ്ധിച്ചു നോക്കിയേ. ദിസ് ന്യൂ കൺസെപ്റ്റ് ഈസ് കോൾഡ് നോസ്ത്രോ ആൻഡ് വോസ്ത്രോ അക്കൗണ്ട്. ശ്രദ്ധിച്ചു നോക്കാട്ടോ കൺസെപ്റ്റ്. ഇന്ത്യ റഷ്യ രണ്ട് സിറ്റുവേഷൻ ആയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. India is exporting something to Russia. Russia is expect to return money. അല്ലെ? പൈസ തിരിച്ചു കൊടുക്കണം. ഇപ്പൊ പണ്ടാണെങ്കിൽ ചെയ്തിരുന്ന കാര്യം എന്താ? സ്വിഫ്റ്റ് മെക്കാനിസം ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും? ഡോളറിൽ പേയ്മെന്റ് കൊടുക്കും. ഇപ്പൊ സ്വിഫ്റ്റിൽ നിന്ന് റഷ്യനെ ഒഴിവാക്കിയപ്പോൾ റഷ്യ ചെയ്തൊരു കാര്യം എന്താണ് നോക്കിയേ. ഇന്ത്യയിലെ ഒരു SBI, ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. ഇന്ത്യയിലെ ഒരു ബാങ്കിൽ അവരൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ആ അക്കൗണ്ടിൽ അവർ എന്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ റുപ്പീസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. റഷ്യ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ എന്ത് വെച്ചിട്ടുണ്ട്? കുറച്ച് ഇന്ത്യൻ റുപ്പീസ് അവർ ഡെപ്പോസിറ്റ് വെച്ചിട്ടുണ്ട്. ആ ഇന്ത്യൻ റുപ്പീസ് അവരെന്താ ചെയ്യാ? ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തത് റഷ്യയിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യ ഇന്ത്യയിലുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും?
പൈസ ഈ പറയുന്ന എക്സ്പോർട്ടർക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏത് കറൻസിയില്? റുപ്പീസില്. ഓക്കെ ആണോ? ഇന്ത്യ ഈസ് ഇമ്പോർട്ടിങ് സംതിങ് ഫ്രം റഷ്യ. ഇന്ത്യ ഈസ് ഇമ്പോർട്ടിങ് സംതിങ് ഫ്രം റഷ്യ. റഷ്യക്ക് തിരിച്ചെന്ത് കൊടുക്കണം? പേയ്മെന്റ് കൊടുക്കണം. അതിനുവേണ്ടി ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യ റഷ്യയിലെ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഇന്ത്യ റഷ്യയിലെ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അവിടെ ഏത് കറൻസിയിലാണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്? റൂബിളില് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തു. എന്താ ചെയ്യുന്ന കാര്യം? വെനെവർ ഇന്ത്യ ഇസ് ഇമ്പോർട്ടിങ് സംതിങ്, ഇമ്പോർട്ട് ഇവിടെ റിസീവ് ചെയ്തതിന് ഇന്ത്യ എന്ത് ചെയ്യും? റഷ്യയിലുള്ള അവരുടെ റൂബിൾ അക്കൗണ്ടിൽ നിന്ന് പൈസ റഷ്യയിലെ ആ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഡോളറിന്റെ ആവശ്യം വന്നോ? ഇല്ല. ഈ മെക്കാനിസത്തിന് വിളിക്കുന്ന പേരാണ് നോസ്ത്രോ ആൻഡ് വോസ്ത്രോ അക്കൗണ്ട്. എന്താണ് ഇവിടെ ചെയ്യുന്ന കാര്യം? ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ബാങ്കിൽ ആ രാജ്യത്തിന്റെ കറൻസിയിൽ ഒരു ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യും. സിമിലർലി ഇന്ത്യ ആണെങ്കിൽ റഷ്യൻ ബാങ്കിൽ റഷ്യയുടെ റൂബിളില് പൈസ കീപ്പ് ചെയ്യും. ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവരുടെ രാജ്യത്തെ കറൻസി ഏതാണോ അതിൽ ട്രാൻസാക്ഷൻ നടത്തും. അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ? ദേ ഹാവ് ടു കം അപ്പ് വിത്ത് ആൻ എഗ്രിമെന്റ്. എന്താ? ഏത് എക്സ്ചേഞ്ചിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. അതൊരു ഇമ്പോർട്ടന്റ് അല്ലേ? ഇന്ത്യയിൽ ഒരു 10 രൂപയാണെങ്കിൽ റഷ്യയിൽ 10 റൂബിൾ കൊടുത്തതിന് ശരിയാവില്ലല്ലോ. എന്ത് വേണം? ഒരു റൂബിള് എത്ര ഇന്ത്യ രൂപയാണെന്ന് അവർ തമ്മിലൊരു എഗ്രിമെന്റ് വേണം. സോ ദർ വുഡ് ഹാവ് എ ബൈലാറ്ററൽ എഗ്രിമെന്റ്. എത്ര ഇന്ത്യ രൂപ, എത്ര റൂബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർ ഡിസൈഡ് ചെയ്യും. അതിന് ഇക്വാലന്റ് ആയിട്ടായിരിക്കും അവർ ട്രാൻസ്ഫർ ചെയ്യുക. ഈ കൺസെപ്റ്റിന് വിളിക്കുന്ന പേരാണ് നോസ്ത്രോ ആൻഡ് വോസ്ത്രോ അക്കൗണ്ട്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഓൺലി ടു bypass the sanction imposed by USA and European countries aftermath of Russia-Ukraine war. റഷ്യ-ഉക്രൈൻ വാർ നടന്നതിന് ശേഷം റഷ്യക്ക് മുകളിൽ ഒരുപാട് തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇമ്പോസിഷൻ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോസിഷൻ കൊണ്ടുവന്നു. അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഐഡിയ ആയിരുന്നു ഇത്. ഇന്ത്യ ഈ നോസ്ത്രോ അല്ലെങ്കിൽ വോസ്ത്രോ കൂടുതലായിട്ട് ഉപയോഗിച്ചത് എന്ത് പർപ്പസിനായിരുന്നു? റഷ്യ-ഉക്രൈൻ വാറിന്റെ സമയത്ത് ഓയിൽ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയിലും ഫ്യൂൽ പ്രൈസ് ഷൂട്ടപ്പ് ചെയ്തു. ഭാവിയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടിങ്ങിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ക്രൂഡ് ഓയിലാണ്. അപ്പൊ പൈസ കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പൊ റഷ്യ പറയാണ് എന്ത്? ഇന്ത്യക്ക് ഞങ്ങൾ ഡിസ്കൗണ്ടഡ് റേറ്റിൽ പെട്രോളിയം തരാം, നിങ്ങൾ ഞങ്ങളായിട്ട് ട്രേഡിൽ വന്നാൽ മതി. ഒബ്വിയസ്ലി USA ടീമുകൾ എന്ത് പറയും? റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യരുത്. ദേ ആർ യൂസിങ് ദാറ്റ് പർട്ടിക്കുലർ മണി ഫോർ ദെയർ വാർ എഫേർട്ട്. ഇന്ത്യ പറഞ്ഞ നിവൃത്തിയില്ല, ഇറ്റ് ഈസ് അവർ എക്കണോമിക് ഇൻട്രസ്റ്റ്. ഞങ്ങളുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് പെട്രോൾ പൈസ കുറവിൽ കിട്ടണം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വാങ്ങാണ്. അപ്പോ USA ബാക്കിയുള്ളവർ എന്ത് പറയും? നിങ്ങൾക്ക് ഡോളർ കിട്ടിയാലല്ലേ നിങ്ങൾ ഇത് നടത്തുള്ളൂ, ഡോളർ തരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോളറിന്റെ ആക്സസിബിലിറ്റി റെഡ്യൂസ് ചെയ്യും. ഇപ്പൊ ഇന്ത്യ റഷ്യ എന്ത് പറഞ്ഞു? ഡോളർ വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്യും? റഷ്യയില് ഞങ്ങൾ റൂബിള് പ്രൊവൈഡ് ചെയ്യും. ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ റുപ്പീസ് കൊടുക്കും. ദാറ്റ് ഈസ് ദി ഐഡിയ ബിഹൈൻഡ്. ഓക്കെ അല്ലേ? അപ്പൊ പലപ്പോഴുള്ള ഇന്റർനാഷണൽ എക്കണോമിയുടെ പ്രശ്നം, ഇന്റർനാഷണൽ എക്കണോമി ഈസ് മെയിൻലി ഡെൽറ്റ് വിത്ത് US ഡോളർ. അപ്പൊ റീസെന്റ് ഡേയ്സിൽ പുതിയൊരു കൺസെപ്റ്റ് എമർജ് ചെയ്തിട്ടുണ്ട്. ദിസ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ഡി ഡോളറൈസേഷൻ. ഈ അമേരിക്ക എക്കണോമിയിൽ ഉപയോഗിക്കുന്ന ഗ്ലോബൽ ഹെഡ്ജ് മണി ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഡോളറിന്റെ ഓവർ ഇമ്പോർട്ടൻസ് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള എക്കണോമിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റാണ് ഡി ഡോളറൈസേഷൻ. ഈ ഡി ഡോളറൈസേഷന്റെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെഷേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. ഇതൊന്നും സ്ലൈഡിൽ ഉണ്ടാവില്ല കേട്ടോ. ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി എന്ന് പറയുമ്പോൾ ഡോളർ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ മണിയായി റുപ്പീനെ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് പല ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. അത്തരം ഇനീഷ്യേറ്റീവ്സിനെ വിളിക്കുന്ന പേരാണ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. എക്സാമ്പിൾ പറയാലോ, നമ്മൾ ഇന്ത്യയിൽ UPI എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നില്ലേ? UPI നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് ചെയ്തു. ഇന്ത്യയിലെ UPI എന്ന് പറയുന്നത് ചില ഗൾഫ് കൺട്രീസിൽ അലൗഡ് ആണ്. അതേപോലെ തന്നെ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ അലൗഡ് ആണ്. സിംഗപ്പൂരിന് UPI ഇക്വാലന്റ് ആയിട്ടുള്ള വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ എന്ത് ഉപയോഗിക്കാം? ഇന്ത്യയുടെ UPI ഉപയോഗിക്കാം. എക്സ്ചേഞ്ച് റേറ്റ് ആ രണ്ട് രാജ്യത്തെ ബാങ്കുകൾ ഏതൊക്കെയാണ് അവരത് ഡീൽ ചെയ്തോളും. അപ്പൊ നമുക്ക് എന്താണ്? ഇന്ത്യൻ രൂപയിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ യു ക്യാൻ യൂസ് ഈവൺ ഇൻ സിംഗപ്പൂരിൽ അവർക്ക് ആ പൈസ എന്തിൽ കിട്ടും? അവരുടെ കറൻസിയിൽ കിട്ടും. ഇത്തരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരുപാട് മെഷേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിന്? ഡോളറിന്റെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ,
ഇന്ത്യൻ റുപ്പീസിന്റെ പ്രൊമോഷൻ കൂടുതലായിട്ട് ചെയ്യാൻ. ഈ ഇന്റർനാഷണലൈസേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് നോസ്ട്രോ ആൻഡ് വോസ്ട്രോ അക്കൗണ്ട്. നോസ്ട്രോ ആൻഡ് വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റഷ്യ അതേപോലെ ഇന്ത്യ തമ്മിൽ റൂബിളിലുള്ളതല്ല. ഏത് രാജ്യങ്ങൾ ഇത്തരത്തില് അവരുടെ ലോക്കൽ കറൻസിയിൽ ട്രേഡ് നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? നോസ്ട്രോ ആൻഡ് വോസ്ട്രോ അക്കൗണ്ട്. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഈ കൺസെപ്റ്റ് ഇപ്പൊ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. ഈവൺ ഇൻ 1950s റഷ്യസ് പ്രപ്പോസ്ഡ് ദി സിമിലർ തിങ്. 1950s എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദി ഇറ ഓഫ് കോൾഡ് വാർ, റൈറ്റ്? കോൾഡ് വാർ എന്ന് പറയുമ്പോൾ സോവിയറ്റ് ലെഡ് റഷ്യ വാസ് പ്രപ്പോസിങ് ദിസ് കൺസെപ്റ്റ് വെരി മച്ച് ഏർലിയർ. ഓക്കെ.